ഹലോ എവരി വൺ, ഇൻഫോടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ എക്സാം എഴുതാൻ പോകുന്നതിന് മുൻപ് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇഗ്നോയിൽ എക്സാം എഴുതാൻ പോകുന്നതെങ്കിൽ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ എക്സാമിന് പോകുമ്പോൾ കൊണ്ടുപോകേണ്ടത്, അഡീഷണൽ ഷീറ്റ് ഒക്കെ കിട്ടുമോ, അല്ലെങ്കിൽ എന്തൊക്കെ റൂൾസ് ആണ് നമ്മൾ പാലിക്കേണ്ടത്, ഇങ്ങനെ സംശയങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാവും അല്ലേ. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്നതെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുവാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ 1-2 സബ്ജക്റ്റിന്റെ എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഡൗട്ടൊക്കെ ക്ലിയർ ആവും. ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ളത്. അപ്പോൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ നമ്മൾ എവിടെയാണ് പോകേണ്ടത്? നമ്മുടെ എക്സാമിനേഷൻ സെന്ററിലാണ് പോകേണ്ടത്. എക്സാമിനേഷൻ സെന്റർ ഏതാണെന്ന് നമ്മുടെ ഹോൾ ടിക്കറ്റിൽ കറക്റ്റ് ആയിട്ട് ഉണ്ടാവും. ആ ഒരു സെന്ററിന്റെ അഡ്രസ്സ് സഹിതം ഉണ്ടാവും. എക്സാം സെന്ററിന്റെ കോഡ് എല്ലാം ഹോൾ ടിക്കറ്റിൽ ഉണ്ടാവും. ആ ഒരു എക്സാമിനേഷൻ സെന്ററിൽ വേണം നമ്മൾ എക്സാം എഴുതാൻ പോവേണ്ടത്. അപ്പോൾ ഈ സമയത്ത് ചിലർ പറയുന്നുണ്ട്, എക്സാം രജിസ്റ്റർ ചെയ്ത സമയത്ത് ഞാൻ കൊടുത്ത സെന്റർ ഒന്നാണ്, ഹോൾ ടിക്കറ്റ് വന്നപ്പോൾ നമുക്ക് കിട്ടിയത് ഒരു സെന്റർ ആണ്, അപ്പോൾ എവിടെ പോകണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ എക്സാം രജിസ്റ്റർ ചെയ്തപ്പോൾ ഏത് കൊടുത്തു എന്നതിലല്ല കാര്യം. ഹോൾ ടിക്കറ്റിൽ നിങ്ങൾക്ക് ഏത് എക്സാമിനേഷൻ സെന്റർ ആണോ കിട്ടിയിട്ടുള്ളത് ആ ഒരു സെന്ററിൽ വേണം എക്സാം എഴുതാൻ പോവേണ്ടത്. അപ്പോൾ ചില കുട്ടികൾ എക്സാം സെന്റേഴ്സ് ഒക്കെ ചേഞ്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. പുതിയ ഹോൾ ടിക്കറ്റ് ഒക്കെ അങ്ങനെ ചേഞ്ച് ആയി കിട്ടിയ സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ പുതിയ ഹോൾ ടിക്കറ്റിൽ ഏത് എക്സാം സെന്റർ ആണോ ഉള്ളത് അവിടെ വേണം എക്സാം എഴുതാൻ പോവേണ്ടത്. ഇനി എക്സാം എഴുതാൻ പോകുമ്പോൾ എന്താണ് നമ്മുടെ കയ്യിൽ മസ്റ്റ് ആയിട്ട് വേണ്ടത്? ഹോൾ ടിക്കറ്റ് ആണ് വേണ്ടത്. ഹോൾ ടിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എക്സാമിനേഷൻ സെന്ററിലോട്ട് പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ, എങ്കിൽ എക്സാം എഴുതാൻ പറ്റുള്ളൂ. ഈ ഹോൾ ടിക്കറ്റ് നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? നമ്മൾ എക്സാം ഫീ അടച്ച് എക്സാം രജിസ്ട്രേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇഗ്നോയുടെ സൈറ്റ് ത്രൂ തന്നെ നമുക്ക് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് മിക്കവരുടെയും ഹോൾ ടിക്കറ്റിൽ സ്റ്റുഡൻസിന്റെ ഫോട്ടോ ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ആ ഹോൾ ടിക്കറ്റിൽ ഫോട്ടോ ഒട്ടിക്കേണ്ട സ്ഥലത്ത് നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുത്ത് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. വേറെ ഒന്നും ഹോൾ ടിക്കറ്റിൽ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഹോൾ ടിക്കറ്റ് വേണമെന്ന് നമ്മൾ പറഞ്ഞു. രണ്ടാമത് ഇനി എന്താണ് വേണ്ടത്? ഇഗ്നോയുടെ ID കാർഡാണ് വേണ്ടത്. അപ്പോൾ ഇഗ്നോയുടെ ID കാർഡ് നിങ്ങൾക്കൊരു കോപ്പി ആയിട്ട് പേപ്പറിൽ കൊണ്ടുപോകാം. അല്ലെങ്കിൽ ചില സ്റ്റുഡൻസ് കാർഡ് രൂപത്തിൽ PVC കാർഡൊക്കെ ആയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ പേപ്പറിൽ കോപ്പി കൊണ്ടുപോകുന്ന സ്റ്റുഡൻസിന് അങ്ങനെ കൊണ്ടുപോകാം, അല്ലെങ്കിൽ കാർഡിൽ കൊണ്ടുപോകുന്നവർക്ക് കാർഡാക്കിയും കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ നമ്മൾ ഹോൾ ടിക്കറ്റ് വേണമെന്ന് പറഞ്ഞു, ഇഗ്നോയുടെ ID കാർഡ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരുടെ കയ്യിലും ചിലപ്പോൾ ഇഗ്നോയുടെ ID കാർഡ് ഉണ്ടാവില്ല. അവരില്ലാത്ത സ്റ്റുഡൻസ് ഇഗ്നോയുടെ അഡ്മിഷൻ പോർട്ടൽ വഴി ID കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഇൻ കേസും അതുവഴി പറ്റുന്നില്ല എങ്കിൽ റീജിയണൽ സെന്ററിൽ നേരിട്ട് പോയി ID കാർഡ് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിച്ചു വെക്കുക കേട്ടോ. അങ്ങനെ ഈ ഒരു ID കാർഡ് കൂടെ വേണം. ഇനി മൂന്നാമത് എന്താണ് വേണ്ടത്? സ്റ്റുഡന്റിന്റെ ഒരു ഗവൺമെന്റ് അംഗീകൃത അല്ലെങ്കിൽ ഗവൺമെന്റ് ID പ്രൂഫാണ് നമുക്ക് വേണ്ടത്. ഗവൺമെന്റ് ID പ്രൂഫ് എന്ന് പറയുമ്പോൾ ആധാർ ആവാം, അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസോ വോട്ടേഴ്സ് ID കാർഡോ അങ്ങനെയുള്ള വാലിഡ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് ID പ്രൂഫാണ് വേണ്ടത്. അപ്പോൾ ഈ ഗവൺമെന്റ് ID പ്രൂഫ് ഒറിജിനൽ തന്നെ വേണമെന്നില്ല, ഒറിജിനൽ കൊണ്ടുപോകണമെന്നില്ല. കാരണം ഒരുപാട് ആൾക്കാർ വരുന്ന സ്ഥലമാണല്ലോ, മിസ്സായാൽ പാടാണല്ലോ. ഡ്യൂപ്ലിക്കേറ്റോ അല്ലെങ്കിൽ അതിന്റെ ഒരു ഫോട്ടോ കോപ്പി ആണെങ്കിലും മതി, ഒരു പ്രൂഫായിട്ട്. അപ്പോൾ 3 കാര്യങ്ങളാണ് നിർബന്ധമായിട്ട് നിങ്ങളുടെ കയ്യിൽ വേണ്ടത്. ഒന്നാമത്തത് ഹോൾ ടിക്കറ്റ്, രണ്ടാമത്തത് ID കാർഡ്, ഇഗ്നോയുടെ ID കാർഡ്, മൂന്നാമത്തത് ഒരു ഗവൺമെന്റ് ID കാർഡ്. ആദ്യത്തെ എക്സാമിനേഷൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സെന്ററിൽ ആദ്യത്തെ സബ്ജക്റ്റിന് നിങ്ങൾ എക്സാം എഴുതാൻ പോകുമ്പോൾ എക്സാം തുടങ്ങുന്നതിന് 1 മണിക്കൂർ മുൻപെങ്കിലും മാക്സിമം നിങ്ങൾ ആ ഒരു എക്സാം സെന്ററിൽ എത്തുവാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് പറയുന്നതിന് കാരണം മിക്ക സ്റ്റുഡൻസും അവരുടെ എക്സാം സെന്ററിൽ ആദ്യത്തെ എക്സാമിനേഷന് ആദ്യമായിട്ടായിരിക്കും പോകുന്നത്. ചില സ്റ്റുഡൻസിന് അവരുടെ സ്റ്റഡി സെന്റേഴ്സ് തന്നെ ആയിരിക്കും എക്സാം സെന്റർ ആയിട്ട് കിട്ടിയിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിലും മേ ബി നിങ്ങൾ അസൈൻമെന്റ് ഒക്കെ വെക്കാനായിട്ട് ഒറ്റ തവണ വല്ലതുമായിരിക്കും ഈ ഒരു എക്സാമിന് മുൻപായിട്ട് ആ ഒരു സെന്ററിൽ ചെന്നിട്ടുണ്ടാവുക അല്ലേ. അപ്പോൾ അവിടെ എങ്ങനെയാണ്, എവിടെ വെച്ചാണ് എക്സാം നടക്കുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ റൂൾസ് എങ്ങനെയാണ്, ഇതിനെ കുറിച്ചൊന്നും ഒരു ഐഡിയയും മേ ബി നിങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ അതിനു വേണ്ടിയാണ് എക്സാം തുടങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും മാക്സിമം നിങ്ങൾ ആ ഒരു കോളേജിൽ എത്തിച്ചേരാനായിട്ട് ശ്രദ്ധിക്കുക. എത്തിച്ചേർന്നിട്ട് ഇവിടെ വെച്ചാണ് എക്സാം നടക്കുന്നത് എന്നൊക്കെ കണ്ടുപിടിക്കും. എവിടെ വെച്ചാണ് നമ്മുടെ എക്സാം നടക്കുന്നത്, ഏത് ക്ലാസ്സിൽ വെച്ചാണ്, അല്ലെങ്കിൽ ഏത് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് എക്സാം നടക്കുന്നതെന്നൊക്കെ എഴുതിയൊക്കെ ഒട്ടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നോക്കി ആ ഒരു എക്സാം ഹാളിൽ പോകാനായിട്ട് കുറച്ച് സമയം എടുക്കും. അതുകൊണ്ടാണ് 1 മണിക്കൂർ മുമ്പെങ്കിലും ആദ്യത്തെ എക്സാമിന് നിങ്ങൾ പോകണമെന്ന് പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞ് ഒരു ഒന്നാമത്തെ എക്സാം എഴുതി കഴിയുമ്പോൾ ആ ഒരു കോളേജിൽ എവിടെ വെച്ചാണ് നിങ്ങളുടെ എക്സാം ഹാള് എന്നുള്ള ഒരു ഐഡിയ കിട്ടുമായിരിക്കുമല്ലോ. അത് കഴിഞ്ഞ് രണ്ടാമത്തെ സബ്ജക്റ്റിന്റെ എക്സാം തൊട്ട് ഒരു അരമണിക്കൂറിന് മുമ്പാണെങ്കിലും എത്തുവാനായിട്ട് ശ്രമിക്കുക കേട്ടോ. എന്നും പറഞ്ഞ് ഒരുപാട് ഡിലേ ആക്കരുത്. ഉറപ്പായിട്ട് നിങ്ങൾ എക്സാം തുടങ്ങുന്നതിന് അരമണിക്കൂർ മുമ്പെങ്കിലും എക്സാം ഹാളിൽ എത്തിയിരിക്കണം. കാരണം ടൈം കഴിഞ്ഞാണ് നിങ്ങൾ എക്സാമിന് ചെല്ലുന്നതെങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതുവാനായിട്ട് സാധിക്കില്ല കേട്ടോ. ഇനി അടുത്ത് പറയുന്നത് എന്താണ്, പലരും ചോദിക്കുന്നുണ്ട് ഈ ഒരു ആൻസർ ഷീറ്റ് എങ്ങനെയാണെന്ന്. ആൻസർ ഷീറ്റ് നമുക്ക് കിട്ടുന്നത് ഒരു ബുക്ക്ലെറ്റ് ആയിട്ടാണ്. ബുക്ക്ലെറ്റ് ആയിട്ടെന്ന് പറയുമ്പോൾ അതിൽ നമ്മളുടെ ഡീറ്റെയിൽസ് എഴുതാനായിട്ടായിരിക്കും ഫ്രണ്ട് പേജ് വരുന്നത്. എൻറോൾമെന്റ് നമ്പർ, സ്റ്റുഡന്റിന്റെ ഡീറ്റെയിൽസ്, ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഫ്രണ്ട് പേജ് ഉണ്ടാവും. ബാക്കി നമ്മളുടെ ആൻസർ എഴുതാനുള്ള വരയിട്ട പേപ്പർ ആയിരിക്കും അതിൽ കൊടുത്തിട്ടുള്ളത്. വരയിട്ട പേപ്പറാണ് കേട്ടോ. അപ്പൊ കൈയക്ഷരമൊക്കെ നല്ല രീതിയിൽ വെച്ച് എഴുതാവുന്നതാണ്. അപ്പൊ ഈ ഒരു ബുക്ക്ലെറ്റിൽ ഒരു 10, 25, 26 ആ ഒരു റേഞ്ചിലെ പേപ്പേഴ്സ് ഉണ്ടാവും.
രണ്ട് സൈഡും എഴുതാൻ പറ്റും കേട്ടോ. ഓരോ പേപ്പറിന്റെ ഓരോ സൈഡും അപ്പുറ സൈഡും ഇപ്പുറ സൈഡും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇത് വരയിട്ട പേപ്പറിൽ ഓരോ പേജിലും ഒരു 20+ ലൈൻസ് ഉണ്ടാവും. അപ്പോൾ ഒരുപാട് എഴുതേണ്ടി വരും. ഒരു 10-20 പേജൊക്കെ ആകുമ്പോഴേ നിങ്ങളുടെ കൈയൊക്കെ വേദനിക്കാൻ തുടങ്ങും എന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലും മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്ന അത്ര എഴുതുക. ഇപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവും, അയ്യോ ബുക്ക്ലെറ്റ് ആണ് 20 പേജ് അല്ലെങ്കിൽ 25 പേജിൽ എഴുതി തീരുമോ, 100 മാർക്കിനുള്ള എക്സാം ഒക്കെ 25 പേജ് മതിയാവുമോ എന്ന് നിങ്ങൾ ചിന്തിക്കാം. പക്ഷേ ഇതിൽ ഒരുപാട് ലൈൻസ് ഉള്ള പേപ്പറാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഓൾസോ രണ്ട് സൈഡ് നമുക്ക് എഴുതാൻ പറ്റുന്നുണ്ടല്ലോ ഈ ഒരു പേജിന്റെ. സോ ഇത് ധാരാളമാണ്. ഒരു 21-22 പേജൊക്കെ ആകുമ്പോൾ തന്നെ നമുക്കുള്ള ആ ഒരു ആൻസേഴ്സ് എല്ലാം കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു ബുക്ക്ലെറ്റിന് പുറമെ ഒരിക്കലും നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ആൻസർ ഷീറ്റ് തരില്ല കേട്ടോ. ഈ ഒരു ഒറ്റ ബുക്ക്ലെറ്റ് ഒരു സ്റ്റുഡന്റിനുള്ളൂ. സോ നിങ്ങൾക്ക് എന്ത് ആൻസർ എഴുതാനുണ്ടെങ്കിലും ഈ ഒരു ബുക്ക്ലെറ്റിന് ഉള്ളിൽ കൺക്ലൂഡ് ചെയ്യുക. അതിന് പുറത്ത് ഇനി വേറെ ആൻസർ ഷീറ്റ് കിട്ടുമെന്നൊന്നും കരുതി നിങ്ങൾ ഒരുപാട് വലിച്ചെഴുതരുത്. ആ ഒരു 25 പേജിനുള്ളിൽ വരുന്ന രീതിയിൽ 5 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 5 ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് കൺക്ലൂഡ് ചെയ്യുക. പിന്നെ ആൻസർ എഴുതുമ്പോൾ ആൻസർ ഷീറ്റിൽ പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ആണ്, നമ്മൾ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എഴുതുമ്പോൾ അനാവശ്യമായിട്ട് ഈ ഒരു ആൻസറിന്റെ ഇടയിൽ വരികൾ വിടാൻ പാടില്ല. ഇപ്പോൾ ചില സ്റ്റുഡൻസ് ഒരു 1ാമത്തെ ലൈനിൽ എഴുതിയിട്ട് 3ാമത്തെ ലൈനിലായിരിക്കും അടുത്ത വരി എഴുതുന്നത്. അങ്ങനെയൊന്നും പറ്റില്ല. നമ്മൾ അനാവശ്യമായിട്ട് ഒരിക്കലും ലൈൻസ് ഇടയിൽ വിടാൻ പാടില്ല. അത് മാർക്ക് കുറയ്ക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്കിപ്പോൾ 1ാമത്തേന്റെ ഉത്തരം എഴുതി കഴിഞ്ഞിട്ട് കുറച്ച് വരി വിടാം. വേണമെങ്കിൽ ഇത്തിരി വരി വിട്ടിട്ട് 2ാമത്തെ ഉത്തരം എഴുതി തുടങ്ങാവുന്നതാണ്. പക്ഷെ ഒരു ക്വസ്റ്റ്യന്റെ ആൻസറിന്റെ ഇടയിൽ ചുമ്മാ വരികൾ വിടാൻ പാടില്ല കേട്ടോ. പിന്നെ ഈ ഒരു ബുക്ക്ലെറ്റിന്റെ ഫ്രണ്ടിൽ സ്റ്റുഡന്റിന്റെ ഡീറ്റെയിൽസ് ചെയ്യാനായിട്ടുണ്ട്. നമ്മളുടെ അഡ്രസ്സ്, പേര്, എൻറോൾമെന്റ് നമ്പർ ഡിജിറ്റലും ഉണ്ട്, വേർഡ്സിലും എഴുതാനുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യം നമുക്ക് ഒരു 10-15 മിനിറ്റോളം എഴുതി ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ അത് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും എന്തൊക്കെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്ന്. ഓൾസോ നമ്മുടെ ആ ഒരു എക്സാം ഹാളിൽ തന്നെ ഇൻസ്ട്രക്ടർ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ടീച്ചർ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതാണ് കേട്ടോ, ഇവിടെ എന്തൊക്കെ എഴുതണം എന്നുള്ള കാര്യം. സോ അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട. സോ നമ്മളിപ്പോൾ ആൻസർ ഷീറ്റിന്റെ കാര്യവും പറഞ്ഞു. ഇനി നമുക്ക് ബ്ലാക്ക് ഇങ്കോ ബ്ലൂ ഇങ്കോ അങ്ങനെ ഏത് കളർ മഷി ഇട്ട് ബ്ലാക്ക് ഓർ ബ്ലൂ ഇങ്ക് വെച്ച് എക്സാം എഴുതാവുന്നതാണ്. പിന്നെ ടേബിൾസ് ഒക്കെ മാക്സിമം പെൻസിൽ യൂസ് ചെയ്ത് വരയ്ക്കുക കേട്ടോ, വൃത്തിക്കൊക്കെ വരയ്ക്കുക. പിന്നെ അടുത്ത് എനിക്ക് പറയാനുള്ള കാര്യം, പലരും ഇപ്പോൾ പറയുന്നുണ്ട് എലക്ടീവ് സബ്ജക്റ്റിന്റെ എക്സാംസ് ഒക്കെ ആദ്യം വരുന്നുണ്ട്, എക്സാം എഴുതാൻ പോകാൻ താല്പര്യമില്ല, പഠിക്കാത്തുണ്ട്, എക്സാം എഴുതുന്നില്ല, ഇപ്പോൾ അടുത്ത തവണത്തേക്ക് എക്സാം എഴുതാൻ പോകുന്നു എന്നൊക്കെ ചില സ്റ്റുഡൻസ് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കേട്ടോ. നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റുന്നുണ്ട്, എക്സാം ഡേയിൽ നിങ്ങൾക്ക് ആ ഒരു കോളേജിൽ പോകാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ ഉറപ്പായിട്ടും പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും നിങ്ങൾ പോയി എക്സാം എഴുതുക. കാരണം ഇതിൽ മാർക്ക് കിട്ടുന്ന ഒരു ലക്ക് ബേസിലാണ് എൻ്റെ ഒരു അനുഭവത്തിൽ. മേ ബി നിങ്ങൾ ഒരുപാട് പഠിച്ച് പോയി എക്സാം എഴുതിയാൽ നിങ്ങൾ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയെന്ന് വരില്ല. പക്ഷേ ഒരു നോർമൽ മീഡിയം രീതിയിൽ പഠിച്ചിട്ടാണ് എക്സാം എഴുതുന്നതെങ്കിൽ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറം മാർക്ക് കിട്ടിയെന്നിരിക്കാം. അതുകൊണ്ട് നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാക്സിമം നിങ്ങൾ ശ്രമിക്കുക എക്സാം എഴുതാൻ പറ്റുമോ. അങ്ങനെയാണെങ്കിൽ എക്സാം വന്നിട്ടുള്ള ഡേയിൽ പോയി എഴുതുക. പിന്നെ അടുത്ത് വരുന്ന പോയിന്റ്, നമ്മളുടെ കയ്യിൽ സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗൈഡ് ബുക്സ്, ടെക്സ്റ്റ് ബുക്ക് ഇതെല്ലാം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം എക്സാം ഹാളിന് പുറത്ത് വെച്ചിട്ട് വേണം നമ്മൾ ഹാളിനുള്ളിലേക്ക് പ്രവേശിക്കാൻ. കാരണം എക്സാമിനിടയിൽ ചെക്കിംഗ് ഉണ്ടാവും കേട്ടോ, ടീച്ചേഴ്സ് ചെക്ക് ചെയ്യുന്നതാണ്. ഓൾസോ CCTV ഒക്കെ എക്സാം ഹാളിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ നമ്മൾ കോപ്പി അടിക്കാൻ പാകത്തിൽ നമ്മളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ നമ്മളുടെ എക്സാം തന്നെ ക്യാൻസലായി പോകാനുള്ള സാധ്യതയുണ്ട്. സോ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം എക്സാം ഹാളിലോട്ട് പ്രവേശിക്കാൻ. പിന്നെ വേറൊരു കാര്യം, വിലപിടിപ്പുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ എക്സാം ഹാളിന് പുറത്ത് സൂക്ഷിക്കുമ്പോൾ നമ്മളുടെ ഉത്തരവാദിത്വത്തിൽ വേണം അത് സൂക്ഷിക്കാൻ. എന്തെങ്കിലും കാരണവശാൽ അത് മിസ്സായി പോവുകയാണെങ്കിൽ എക്സാം സെന്ററിന് അതിൽ യാതൊരുവിധ പങ്കുമില്ല, അവർക്ക് യാതൊരുവിധ ഉത്തരവാദിത്വവും ഇല്ലായിരിക്കും കേട്ടോ. അത് ഇൻസ്ട്രക്ഷനിൽ അവർ പ്രത്യേകം പറയുന്നുണ്ട്. സോ ഫോണൊക്കെ ഹാളിന് പുറത്ത് സൂക്ഷിക്കുന്ന കുട്ടികൾ എവിടെയെങ്കിലും സൂക്ഷിച്ചുകൊണ്ട് കീപ്പ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എക്സാമിനേഷൻ ആദ്യമായിട്ട് ഇഗ്നോയിൽ എക്സാം എഴുതാൻ പോകുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഇഗ്നോയിൽ എക്സാം എഴുതാൻ പോകുന്ന എല്ലാ സ്റ്റുഡൻസിനും ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ.